പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങയുടെ മനസ്സറിഞ്ഞ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് കൃപ നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളെ വരമേൽപ്പിച്ചിരിക്കുന്ന മക്കളെ കൃപയിലും വിശുദ്ധിയിലും അങ്ങയുടെ മഹത്വത്തിന് വേണ്ടി, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വളർത്തുവാനും ഞങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകണമേ. അതിനുവേണ്ടിയാണ് കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നതെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതിനനുസരിച്ച് ഈ പ്രാർത്ഥനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എല്ലാ മക്കളെയും ഈ വലിയ കൂട്ടായ്മയെ കർത്താവെ അവിടുന്ന് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വീകരിച്ച് ഞങ്ങളുടെ മക്കളെ, ഞങ്ങളിലൂടെ അനേക മക്കളെ അങ്ങയുടെ ശക്തിയിലും അങ്ങയുടെ കൃപയിലും അങ്ങയുടെ അനുഗ്രഹങ്ങൾക്കും പാത്രമാക്കിക്കൊണ്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനായിട്ട് കർത്താവെ അങ്ങയുടെ കൃപയും സമാധാനവും സ്നേഹവും സംരക്ഷണവും നൽകി എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. രോഗികളായ മക്കളെ സുഖപ്പെടുത്തണമേ. വേദനിക്കുന്ന മക്കളുടെ വേദനയുടെ കാരണങ്ങളെ എടുത്തു മാറ്റണമേ. തടസ്സപ്പെട്ടു കിടക്കുന്ന മേഖലകളെ തുറക്കണമേ. ജോലി മേഖലകളുടെ തടസ്സങ്ങൾ മാറട്ടെ. പഠന മേഖലകൾ തടസ്സങ്ങൾ മാറട്ടെ. വിവാഹ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. എല്ലാ തകർച്ചകളും വിട്ടുമാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അഭിഷേകത്തിനായി ഞാൻ ഈ മക്കൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമുക്കൊരു നിമിഷം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലും യോസേപ്പ് പിതാവിന്റെ മധ്യസ്ഥത്തിലും ഉണ്ണീശോയുടെ സാന്നിധ്യത്തിലും തിരുക്കുടുംബത്തിന്, നമ്മുടെ കുടുംബത്തെയും മക്കളെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിശാചുക്കളുടെ പേടി സ്വപ്നമായ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉണ്ണീശോയെ ഞങ്ങളുടെ മക്കളെ കാത്തു സംരക്ഷിക്കണമേ. ആമേൻ. ഇവിടെ മക്കളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കള് കൃപയിലും ഈശോബന്ധത്തിലും വളരാനും പ്രത്യേകിച്ച് കൂദാശകളിൽ ശക്തിപ്പെടാനും വേണ്ടി പ്രത്യേകം നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നമ്മെ സംബന്ധിച്ച്, ക്രൈസ്തവ മക്കളെ സംബന്ധിച്ച് കൂദാശകൾ വളരെയേറെ ബലമുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിൽ പങ്കെടുക്കുന്ന അനേക ക്രൈസ്തവ മക്കളുണ്ട്. അതുകൊണ്ട് മക്കളെ, കൂദാശയുടെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരിക്കുന്ന ശക്തിയാണ്. പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് കുമ്പസാരിച്ച് ഏറ്റുപറഞ്ഞ് ഈശോയെ സ്വീകരിച്ച് എന്തിനും ഏതിനും സ്വർഗത്തിന്റെ സഹായം വാങ്ങിച്ചെടുത്ത് ജീവിക്കാനുള്ള ഭാഗ്യം, അതാണ് കൂദാശ പ്രാർത്ഥന ജീവിതം. ഇതിൽ വളരാൻ വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം അവിടിങ്ങനെ പറയുന്നത്: തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല, അത് അനുതപിച്ച് ഏറ്റു പറയുന്നവന് കരുണ ലഭിക്കും. രണ്ട് കാര്യങ്ങൾ: ഐശ്വര്യം, രണ്ട് കരുണ. ഐശ്വര്യം ഉണ്ടാവണോ? അതിന് ആദ്യത്തെ കാര്യം പറയുന്നത്, തെറ്റുകൾ മറച്ചു വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല. തെറ്റ് പറ്റുക സ്വാഭാവികമാണ്. ആ തെറ്റിനെ മറച്ചു വെക്കാതെ ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് പാപമോചനം നേടി കർത്താവിന്റെ ഇടപെടല്, തെറ്റിലൂടെ സംഭവിക്കുന്ന ശാപങ്ങള്, പൈശാചിക ബന്ധനങ്ങള്, കടങ്ങള്, അവന്റെ അവകാശങ്ങള്, ഇതൊക്കെ മാറിപ്പോകണോ? ഒറ്റ വഴിയുള്ളൂ: തെറ്റുകൾ മറച്ചു വെക്കാതെ അനുതപിച്ച് അത് ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞില്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാകത്തില്ല. ഇന്ന് നമ്മുടെ പല മക്കളും പഠനത്തില്, ജീവിതത്തില്, ജോലിയില്, ഭാവി ജീവിതത്തില്, സാമ്പത്തിക മേഖലയില്, വിവാഹ ജീവിതത്തില് ഇതിലൊക്കെ അനുഗ്രഹിക്കപ്പെടാതെ ഐശ്വര്യം പ്രാപിക്കാതെ പോകാനുള്ള വലിയൊരു അടിസ്ഥാനപരമായ കാരണം എന്റെ മക്കളെ തെറ്റുകൾ മറച്ചു വെച്ച് കുമ്പസാരിക്കില്ല. രഹസ്യപാപങ്ങള്, ചെയ്തുപോയ കർമ്മങ്ങള് ഇതിനോർത്ത് അനുതപിച്ച് ഏറ്റുപറയാതെ മറച്ചു വെച്ച് ജീവിക്കുമ്പോ മക്കളെ ഐശ്വര്യം ഉണ്ടാകത്തില്ല. അതനുതപിച്ച് ഏറ്റു പറഞ്ഞു കരുണ ലഭിക്കും. അതൊരു കുമ്പസാരത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാം. മാനസാന്തരത്തിന്റെയും ഒരു തിരിച്ചുവരവിന്റെയും ധൂർത്തപുത്രനെ പോലെ തിരിച്ചു വരാൻ, അനേക കഠിന പാപികളെ പോലെ തിരിച്ചു വരാൻ, തെറ്റുകൾ മറച്ചു വയ്ക്കാതെ ഏറ്റുപറഞ്ഞ് അനുതപിച്ച് കുമ്പസാരിച്ച് തിരിച്ചു വരാൻ, അങ്ങനെ കർത്താവ് നൽകുന്ന ജീവനും ആ വലിയ കരുണയും സ്വന്തമാക്കി ഐശ്വര്യം പ്രാപിക്കാൻ നമ്മുടെ മക്കൾക്ക് ഇടയാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം മക്കളെ. അപ്പം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലൊക്കെ
അപ്പൻ മദ്യപാനി, മാനസാന്തരപ്പെടില്ല, കുമ്പസാരിക്കത്തില്ല, തെറ്റിൽ തന്നെ ജീവിക്കും. ഒത്തിരിയേറെ പേര് ഉദാശയില്ല, ദേവാലയത്തിൽ പോണില്ല, ചില നന്മയൊക്കെ ചെയ്യും. അങ്ങനെ തെറ്റിയിട്ട് കാര്യമില്ല. നമുക്ക് അടിസ്ഥാനമുണ്ട്. കുമ്പസാരം നേരിട്ട് പറഞ്ഞാൽ പോരെ. ഇങ്ങനെ പല ന്യായങ്ങളുണ്ട്. നമുക്ക് പാരമ്പര്യമായിട്ടും സൈഹികമായിട്ടും ലഭിച്ചിരിക്കുന്ന അധികാരമുണ്ട്, ഉദാശകളുണ്ട്. അത് അങ്ങനെ തന്നെ നമ്മളായിട്ട് കുറച്ചു പേര് പറഞ്ഞതും കേട്ട് മാറ്റരുത്. തെറ്റുകൾ മറച്ചു വയ്ക്കാതെ അത് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് ഏറ്റുപറഞ്ഞ് നമ്മൾ അനുഗ്രഹം പ്രാപിക്കണം. അതാ പറഞ്ഞ്, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടായിരിക്കുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന്. അതാണ് രണ്ട് കാര്യങ്ങൾ. ഏറ്റുപറയണം, പരിത്യജിക്കണം, കരുണ ലഭിക്കും. അതുകൊണ്ട് വചനം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റുപറയണം എന്നുള്ളത് കേട്ടോ. അതുകൊണ്ട് കുമ്പസാരത്തിന് പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും ഐശ്വര്യം പ്രാപിക്കാൻ ഇടയാകട്ടെ. അനുഗ്രഹത്തിനുവേണ്ടി മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ജീവിത പങ്കാളിക്ക് വേണ്ടി, നമ്മുടെ ജീവിതത്തിന് വേണ്ടി, നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി, മരുമക്കൾക്കും അമ്മായിമ്മയ്ക്കും അമ്മായിയപ്പനും എല്ലാവർക്കും വേണ്ടി ഈ അഭിഷേകം പ്രാർത്ഥിക്കുക. മക്കൾ പ്രത്യേകിച്ചും വളർന്ന കാലഘട്ടമാണ്. ഐശ്വര്യം പ്രാപിക്കാതെ പോകരുത്. ജോലിയിലും പഠനത്തിലും ബിസിനസ്സിലും ദാമ്പത്യ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സകല മേഖലയിലും ഐശ്വര്യം പ്രാപിക്കണം. അടിസ്ഥാനം ഈ ഒരു വലിയ കാര്യമാണ്. തെറ്റുകൾ മറച്ചു വയ്ക്കാതെ അനുദപിച്ച് പറഞ്ഞ് കരുണ പ്രാപിച്ച് ഐശ്വര്യം പ്രാപിക്കാൻ നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. പ്രാർത്ഥനയോടെ ദിവ്യാനുസന്നതിയിൽ നമുക്കായിരിക്കാം. മക്കളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യോയെ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേക്കായിട്ട് അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളാണ്. അതിനാൽ തന്നെ കർത്താവേ, അങ്ങയുടെ അരികിലേക്ക് ഞങ്ങളുടെ മക്കളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണം, അങ്ങയോട് ചേർത്ത് പിടിക്കണം, അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണം, അങ്ങയുടെ ജീവന സമൃദ്ധിയിൽ നിറച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ ഞങ്ങളുടെ മക്കളുടെ പഠനം, സ്വഭാവം, ജീവിതം, വിശുദ്ധി, ശരീരം, ഉദ്യമങ്ങള്, ജോലി, ബിസിനസ് എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല ഭാവി ഞങ്ങളുടെ മക്കൾക്ക് ലഭിക്കട്ടെ. സാമ്പത്തിക മേഖലയിൽ ഞങ്ങളുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ മക്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കള് അങ്ങയുടെ കൃപയാലും അങ്ങയുടെ നാമത്തിന്റെ ശക്തി പ്രകടമാക്കി അങ്ങയുടെ മഹത്വമായി മാറട്ടെ. കർത്താവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞില്ലേ, ഐശ്വര്യം പ്രാപിക്കാൻ തെറ്റുകൾ മറച്ചു വയ്ക്കാതെ അതനുദപിച്ച് ഏറ്റുപറയാൻ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക മക്കള് കുമ്പസാരമില്ല, തെറ്റിത്തരം ജീവിക്കുന്നു, അനുതാപമില്ല, ഏറ്റുപറച്ചിലില്ല. അങ്ങനെ ഐശ്വര്യം പ്രാപിക്കാതെ, കർത്താവെ കരുണ ലഭിക്കാതെ ഒത്തിരിയേറെ മക്കള് തകർന്നു പോയിട്ടുണ്ട്. ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ അറിയുന്നു കർത്താവെ, ഞങ്ങളുടെ മക്കൾ പലരും ഐശ്വര്യം പ്രാപിക്കാതെ പോയത്, അങ്ങയുടെ കരുണ പ്രാപിക്കാതെ പോയത്, കുമ്പസാരിക്കാതെ, പാപം വിട്ടുപേക്ഷിക്കാതെ, ഏറ്റുപറയാതെ ജീവിച്ചത് കൊണ്ടാണ്. ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത്, സുബോധം നൽകണമേ. ലൂക്ക 15:17. അപ്പോൾ അവന് സുബോധമുണ്ടായി. ദൂർത്തപുത്രന് സുബോധമുണ്ടായപ്പോഴാണല്ലോ അവൻ പറഞ്ഞത്, ഞാൻ എഴുന്നേൽക്കും, അപ്പന്റെ അടുത്തേക്ക് പോകും, ഞാൻ ഏറ്റുപറയും. അങ്ങനെ തിരിച്ചു വന്നത്. ഈശോയെ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഒരു സുബോധം നൽകി പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് അനുതാപത്തോടെ തിരിച്ചു വന്ന് ഏറ്റുപറഞ്ഞ് കർത്താവേ അങ്ങയുടെ കരുണ സ്വന്തമാക്കി ഐശ്വര്യം പ്രാപിക്കാൻ ഞങ്ങളുടെ മക്കൾക്ക് ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ജോബിനെ പോലെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളെ നിങ്ങൾക്കിടയാകട്ടെ. പാപത്തിൽ കഴിയുന്ന മക്കളെ എത്രയും പെട്ടെന്ന് അനുദപിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവിലേക്ക് തിരിച്ചു വന്ന് ഐശ്വര്യം പ്രാപിക്കാൻ നിങ്ങൾക്കിടയാകട്ടെ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. മക്കളെ കർത്താവ് പറഞ്ഞ പോലെ ചെയ്താൽ ഐശ്വര്യം പ്രാപിക്കും, കരുണ ലഭിക്കും, ജയിക്കും, പഠിക്കും, ജോലി കിട്ടും, വിവാഹം നടക്കും. കർത്താവിന്റെ വലിയ ഇടപെടലിനു വേണ്ടി കർത്താവ് പറഞ്ഞ പോലെ അനുദപിച്ച് ഏറ്റുപറഞ്ഞ് തിരിച്ചു വന്ന് കരുണ പ്രാപിച്ച് ഐശ്വര്യം പ്രാപിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, വ്യക്തിപരമായി പ്രാർത്ഥിക്കുക. കർത്താവിന്റെ അനുഗ്രഹം ഈ വചനത്തിലൂടെ
ഈ ശുശ്രൂഷയിലൂടെ നമ്മിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്കും അതിനാൽ തന്നെ കടന്നു വരട്ടെ. വലിയ പ്രാർത്ഥനയോടെ ഈശ്വരാശീർവാദത്തിനായിട്ട്, ഈ അഭിഷേകത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. അനുതാപത്തോടെ തിരിച്ചു വരുന്ന ഏറ്റുപറഞ്ഞ് കുമ്പസാരിച്ച് കരുണ പ്രാപിച്ച് ഐശ്വര്യം പ്രാപിക്കാൻ വേണ്ട അഭിഷേകവും ശക്തിയും ഈ ആശീർവാദത്തിലൂടെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക് ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരു കരങ്ങളും ഉയർത്തി ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.